നമ്മുടെ ഒന്നാമത്തെ പോരാട്ടം തൗഹീദിനെ തകർക്കുന്ന ശിർക്കിനെതിരെയാണ്. നമ്മുടെ ഒന്നാമത്തെ സമരമുഖം ശിർക്കിനെതിരെയാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. CM-നെ പടച്ചോനായി കാണുന്ന, CM-നെ മുദബ്ബിറായി കാണുന്ന മനുഷ്യന്മാർ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അല്ലാ എന്ന് വിളിക്കേണ്ടതിനു പകരം ജാറങ്ങളുടെ മുന്നിൽ ചെന്നുകൊണ്ട് കൈകൾ നീട്ടുന്നവർ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ പാലക്കാട് ജില്ലയിലാണല്ലോ നാട്ടുകല്ലുള്ളത്. ഒരു കല്ലിന്റെ മുന്നിൽ ചെന്ന് കൈകൾ നീട്ടുന്ന, പ്രശ്നങ്ങൾ ഇറക്കി വെക്കുന്ന മുസ്ലിം സഹോദരന്മാരുണ്ട്. ഉറുക്കിലും ഏലസിലും അഭയം തേടുന്ന നമ്മുടെ സഹോദരന്മാരുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് 10 പേര് കടന്നു വരികയാണ്. ബൈഅത്ത് ചെയ്യാനാണ് അവർ കടന്നു വരുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാനാണ് അവർ കടന്നു വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9 പേർക്ക് ബൈഅത്ത് നൽകുകയും ഒരു വ്യക്തിയെ മാറ്റി നിർത്തുകയുമാണ്. സ്വഹാബത്തിന്റെ ചോദ്യം, ബൈഅത തിസ്അ വതറക്ത ഹാദാ, അല്ലാഹുവിന്റെ റസൂലേ, എന്തിനു വേണ്ടിയാണ് ആ മനുഷ്യനെ മാറ്റി നിർത്തിയത്? ആ മനുഷ്യനും ഇസ്ലാം സ്വീകരിക്കാൻ കടന്നു വന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ മറുപടി, ഇന്ന അലൈഹി തമീമ, ഇന്ന അലൈഹി തമീമ. ആ മനുഷ്യന്റെ കൈകളിൽ ഏലസുണ്ട്, ആ മനുഷ്യന്റെ കൈകളിൽ ഉറുക്കുണ്ട്. അറിയുക പ്രിയമുള്ളവരെ, കൈകളിൽ ഏലസ് കെട്ടിയാൽ, അരയിൽ ഉറുക്ക് കെട്ടിയാൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണ്. ഫഅദ്ഖല യദഹു ഫഖതഅഹ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കൈകൾ ആ ഏലസിലേക്ക് പ്രവേശിപ്പിച്ച് ആ ഏലസ് പൊട്ടിച്ചെറിഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി ലോകത്തെ പഠിപ്പിച്ച പാഠം, മൻ അല്ലഖ തമീമ ഫഖദ് അശ്റഖ. ആരെങ്കിലും ഇതാ ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു, അല്ലാഹുവിൽ പങ്കു ചേർത്തിരിക്കുന്നു. എങ്കിൽ തൗഹീദിന്റെ നിലപാടെടുക്കുക. ഉറുക്കിനെതിരെ, ഏലസിനെതിരെ, ശിർക്കൻ വിശ്വാസങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം.